ദൈവത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹ വന്ദനം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങൾ, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻനിയമിച്ചുമിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇവിടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ മൗലികമായ ഉദ്ദേശം നാം ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരണം എന്നുള്ളതാണ് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. എഫേസ്യലേഖനം 1:4-5 വാക്യങ്ങൾ വ്യക്തമാക്കുന്നത്, ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു വ്യക്തമായ പദ്ധതി, ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നതാണ്. നാം ആദ്യം വിശ്വസിച്ചപ്പോൾ മുതൽ നമ്മെ യേശുവിനെ പോലെ ആക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ വേല ആരംഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ ശരീരം സ്വർഗത്തിൽ ഉയർക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത നാം പ്രാപിക്കുന്നത്. നാം യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ സഹോദരന്മാർ ആയിത്തീരും എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നു. റോമാലേഖനം 8:31 മുതൽ 39 വരെയുള്ള ഭാഗത്ത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് എന്നതായ ഒരു മർമ്മപ്രധാനമായ ചോദ്യം അവിടെ ചോദിക്കുകയാണ്. സാത്താന് നമ്മെ കുറ്റം വിധിക്കുവാൻ കഴിയും, എന്നാൽ അവന് ശിക്ഷ വിധിക്കുവാനായിട്ട് കഴിയുകയില്ല. സാത്താൻ രാപകൽ ഒരു ദൈവ പൈതലിനെതിരെ അപവാദം പറയും, കുറ്റം വിധിക്കും, എന്നാൽ ആ ശിക്ഷ വിധിക്കുവാനായിട്ട് അവൻ ഒരിക്കലും സാധ്യമല്ല. കാരണം ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നാണ് ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായി നമ്മോട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാര്യസ്ഥനായി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന യേശുവിന്റെ വാക്കുകൾ മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ എന്നതാണ് അതിന് കാരണം. എഫേസ്യലേഖനം 1:20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലുമൊക്കെ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അതേ ക്രിസ്തുവിലൂടെ നമ്മെ വീണ്ടെടുത്തു. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം, നമ്മുടെ പാപത്തിന്റെ കടപ്പ്, ബാധ്യത, ഭാരം, ഇതെല്ലാം ക്രിസ്തുയേശുവിലൂടെ നമുക്ക് മാറ്റി തരുവാനായിട്ടിടയായി തീർന്നു എന്നത് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്. അതിനുവേണ്ടി നാം ഇനി യാതൊന്നും ചെയ്യേണ്ടതായ കാര്യമില്ല. ചിലപ്പോൾ നമ്മുടെ ഈ വലിയ കടഭാരം അല്ലെങ്കിൽ പാപഭാരം എങ്ങനെ വീട്ടുവാനായിട്ട് കഴിയും എന്ന് നാം ചിന്തിച്ചേക്കാം. കഴിഞ്ഞ 14-ാം തീയതി നമ്മൾ കേട്ടതായ ഒരു വാർത്തയുണ്ട്. ചാലക്കുടിയിൽ പോട്ട എന്ന സ്ഥലത്ത് ഫെഡറൽ ബാങ്കിന്റെ ഒരു ശാഖയിൽ ഒരുവൻ കയറി. ഏതാണ്ട് 49 വയസ്സുള്ള റിജോ ആന്റണി എന്ന് പറയുന്ന ഒരുവൻ അവിടെ കയറി ഒരു ചെറിയ പിച്ചാത്തി കാട്ടിക്കൊണ്ട് ആ ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി 15 ലക്ഷം രൂപ അവൻ കവർന്നുകൊണ്ടുപോയ വാർത്ത നാം എല്ലാവരും കേട്ടു. ഇന്നലെ അവനെ വളരെ തന്ത്രപരമായി നമ്മുടെ കേരള പോലീസ് പിടിക്കുവാനായിട്ടും ഇടയായി തീർന്നു. വലിയ ഒരു കുടുംബം, വലിയ വീട്, ഇതെല്ലാം അവൻ വെച്ചിട്ടുണ്ട്. അവന്റെ ഭാര്യ കുവൈറ്റിൽ ഉയർന്ന നിലയിൽ നല്ല ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ഒരുവളാണ്. 2 മക്കള് അവനുണ്ട്. അവന്റെ ആഡംബര ജീവിതം, മദ്യപാനം, ഇതിനൊന്നും തികയാത്തത് കൊണ്ടാണ് അവൻ ഈ കവർച്ച നടത്തുവാനായിട്ട് ഇടയായി തീർന്നത്. പലിശക്കടം അവന് കൊടുക്കാനുള്ളതിൽ ഒരു ചെറിയ തുക ഒരു പലിശക്കാരന് അവൻ അതിൽ നിന്ന് കൊടുക്കുകയും ഒക്കെ ചെയ്തതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ മനുഷ്യൻ എങ്ങനെയൊക്കെ അവന്റെ ആ കടങ്ങൾ വീട്ടാം, അല്ലെങ്കിൽ അതിന് ഭൗതിക കടങ്ങളെക്കാൾ ഉപരി മനുഷ്യൻ വ്യാകുലപ്പെടുത്തുന്ന ഒന്നുണ്ട്. നേർച്ചകളും കാഴ്ചകളും നടത്തി പുണ്യതീർത്ഥങ്ങൾ കയറി ഇറക്കി പാപത്തിന്റെ കടം
ആര് വീട്ടും? ഇതിന് മനുഷ്യന് ഇതേവരെ ഉത്തരം കിട്ടുന്നില്ല. ഏക ഉത്തരം കർത്താവായ യേശുവിൽ വിശ്വസിക്കാം. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിന്റെ സകല പ്രശ്നങ്ങൾക്കും ഏക ഉത്തരമത്രേ കർത്താവായ യേശു ക്രിസ്തു. ആ കർത്തൃകരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. സകല പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമുണ്ട്. യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാപക്കടം തീർക്കുവാൻ യേശുവിന്റെ രക്തം മാത്രം, പാപബന്ധം മാഴിപ്പാൻ യേശുവിന്റെ രക്തം മാത്രം. യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. വീണ്ടെടുപ്പിൻ വിലയായി യേശുവിൻ്റെ രക്തം മാത്രം. പുണ്യമില്ല പാപിക്കായി യേശുവിൻ്റെ രക്തം മാത്രം. യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. ദൈവത്തോടു നിരപ്പു യേശുവിൻ്റെ രക്തം മാത്രം. വേറെയില്ല യോജിപ്പു യേശുവിൻ്റെ രക്തം മാത്രം. യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. സാത്താനെ ജയിക്കുവാൻ യേശുവിൻ്റെ രക്തം മാത്രം. തീയമ്പീനെ കേടുത്താൻ യേശുവിൻ്റെ രക്തം മാത്രം. യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. ശാപത്തെ നീക്കിയത് യേശുവിൻ്റെ രക്തം മാത്രം. ലോകത്തെ തകർത്തത് യേശുവിൻ്റെ രക്തം മാത്രം. യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. പുത്രത്വത്തിനാധാരം യേശുവിൻ്റെ രക്തം മാത്രം. ശുദ്ധാത്മാവിൻ പ്രാകാരം യേശുവിൻ്റെ രക്തം മാത്രം. യേശു ക്രിസ്തുവേ,